ആശാനേ ഷാജുന എന്താടാ പന്നി കള്ളൊഴിക്കുമ്പോ കോൺസെൻട്രേഷൻ കളയുന്ന 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ആക്രാന്തിച്ച് പോകുക ആശാനെ. ആരാണ് എന്റെ കൂടെ വന്നേക്കണെന്ന് അറിയാവാ? ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാടാറ് ടീമാണ്. ആടാറെന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി. ഹിന്ദിയിലും പാടും, വെട്ടുനടയിൽ പോടും, കുത്തുമുതൽ സൂറൻ, ഗുസ്തികളിൽ വീരൻ, തലൈവറുകൾ തിരുവടികൾ കയ്യിലെടുത്ത് തമ്മാനമാടിയ വീരപ്പാന്റെ കറ്റബൊമ്മൻ. ഈ ശിവാജി ഗണേശനൊക്കെ സമ്മതിക്കണം കേട്ടാ. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെറ്റ്. ബോംബെ watching the picture when I take the dirty right to left to right it's gonna be alright Monday will be the day it's gonna be the best track when I take the dirty ഈ ബായി ഉണ്ടല്ല നമ്മക്കടെ കൂടെ ചേരാൻ വന്നേക്കണേന്. ചേരാനെഞ്ചാടപ്പ ഇത് സ്കൂളാ. എന്റെ ഷായി എണ്ണ ഈ ബായി ഉള്ള ഈ ബായി ബോംബെയിലായിരുന്നു. മുംബൈന്ന് പറയും. അങ്ങനെ കണ്ടവനും കേട്ടവനൊക്കെ കൂടെ കൊണ്ടു നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലാ. ഇതാണ് ബായി ഷായി എണ്ണന്റെ കാര്യം. വെട്ടൊന്നും മുറി 2, എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും, മറ്റേ മുറി വാടക കൊടുക്കും. ആ ബായി ഒരു മിനിറ്റ്. ആശാൻ ഇങ്ങനെ വന്നേ. എനിക്ക് ഷായിണ്ണ എനിക്ക് നിന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുരിശും കൊണ്ടുള്ള വരവാണെന്ന്. ഇത് വേറും കുരിശല്ല, പൊന്നും കുരിശാൻ ഷായിണ്ണ. കശി ബോംബെയിലെ ബെള പാർട്ടിയായിരുന്നു. ബോംബെയിലെ വലിയ കട്ടൻ കില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് കൊച്ചിയിൽ നന്നാക്കി റിസ്ക് കളിക്കണത്? എന്തോ ക്യാസിൽപ്പെട്ടവർന്ന് ചാലായതാണ്. നമുക്കതറിഞ്ഞിട്ട് എന്താണ് കാര്യം? കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ആള് ഗുലാം പെരിശാണെന്ന്. നമുക്ക് ഈ ചീട്ടറക്കൊരു കളി കളിച്ചാലാ? കൊച്ചിയിലെ കുലുക്കി കുത്തി കളിക്ക് ഷാജു ഒറ്റക്ക് മതിയടാപ്പ. ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. എന്റെ പൊന്നു ഷായി എന്ന അണ്ണൻ അന്തരി പോണേക്ക് മുമ്പുള്ള കളമല്ലപ്പ. പണികറിയാവുന്ന നല്ല പിള്ളേര് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഫീൽഡിൽ. പിന്നെ പണ്ടത്തെ പോലെ ആശാനും പറ്റുവാ? ഒരു കുഴപ്പമില്ല. 3:30 നടന്നാ പിന്നെ ഡോൾബി ചുമയും DTS കുറയല്ലേ? ആ ഇത് ടിവിയുടെ അസുഖണ്ടാ. TV അല്ലടാ TV. ആയി നല്ല മഞ്ഞക്കളർ കളർ TV ആണല്ലോ. TV മാത്രല്ല ആന്റിനെ ഉണ്ട്. ആശാനെ കാര്യം പറയുമ്പോ കോണാമ്പൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. അവനെ നമ്മുടെ കൂടെ ചേർത്തില്ലെങ്കിൽ അവൻ വേറെ വല്ല സെറ്റിന്റെ കൂടെ ചേരും. പണി അറിയാവുന്ന ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിലേ കൊട്ടേഷൻ വർക്കിന്റെ 8 കളി നമുക്ക് കിട്ടും. ഈ പ്രാഞ്ചിക്ക് പ്രാന്താണ് ആശാനെ. പക്ഷെ മോനെ ഷാജി ഒന്ന് ആലോചിക്കണയാണേലും എവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. ആശാന് വേറെ പണിയൊന്നുമില്ല, വെറുതെ വാലുമുറിയാൻ. നീ നിക്ക്, എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ. ഓ ചെല്ല് ചെല്ല്. ഡെൻവർ ആശാൻ. ബോംബെയില് ആരുടെ കൂടെയായിരുന്നു? പ്രധാനപ്പെട്ട എല്ലാ ഗാങ്ങിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ചില പണിക്കൊക്കെ വന്നിട്ടുണ്ട് ബോംബെയില്. കരിൻലാലയുടെ ഹാജി ബസ്താന്റെ ഒക്കെ കാലത്ത്. എന്താ ബോംബെന്ന് വിട്ടത്? ഉടായ്പ വല്ല ഒപ്പിച്ച് കാണൂല്ലേ? ഒരു പണി ഇങ്ങോട്ട് കിട്ടി, കിട്ടിയതിന്റെ പലിശ തീർത്ത് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത നില. ഹിന്ദിക്കാരന്റെ കൈ കൊണ്ട് ചെത്ത അവാർഡൊന്നും കിട്ടുകയല്ലോ. ഇങ്ങോട്ട് തന്നെ പോകുന്നത് എന്താണ്? പഠിച്ച പണി വെട്ടും കുത്തും വെടിവെപ്പൊക്കെയാ. കൊച്ചിയിലായാലും കൽക്കട്ടയിലായാലും ആ പണി തന്നെ ചെയ്യാൻ അറിയും. എങ്കിൽ പിന്നെ നാട്ടിൽ തന്നെ കൂടെയൊക്കെ ഒന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഞ്ഞി കുടിക്കേണ്ട ഗതികേടൊന്നും. ഡെൻവർ ആശാനെന്ന് കേട്ടാ ഏത് ഏരിയയിലെ പണിക്കാരൊന്ന് വിറയ്ക്കും.
കണ്ണൂര്, വെയ്യൂര്, തിരുവനന്തപുരം. കേരളത്തിലെ ഈ 3 സെൻട്രൽ ജയിലുകളും ആശാന് തറവാട് പോലെയാണ്. ആ, അങ്ങനെയുള്ള ഞങ്ങൾക്ക് തന്നെ കൂടെ കൂട്ടിയാലെന്താണ് ഗുണം? കൊള്ളുന്ന അടി കുറയും, കിട്ടുന്ന കാശ് കൂടും. ഒരു മിനിറ്റ്. അജേ മോനെ, ഇത് നമുക്ക് നഷ്ടമുണ്ടാക്കാത്ത കേസാണെന്നാണ് തോന്നുന്നത്. പിന്നെ കോപ്പാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്. അന്നം വന്നിട്ട് ആഴ്ച 3 ആയി. ഒറ്റ കൊട്ടേഷൻ കിട്ടിയ ആമ്പലാണെന്ന് പറഞ്ഞ് പോകുന്നതാണ് ഇപ്പൊ. ഉണ്ടാക്കല്ലേ. ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് ഡെയിലി പൈൻ്റ് അടിക്കാൻ തികയണില്ല. ഇത് ലാസ്റ്റിലെ മക്കളുടെ വായിൽ മണ്ണ് കയറുന്ന സ്കീമാണ്. നിങ്ങൾ അവനെ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ പിടിച്ച ഡെയിലി വൈറ്റിൽ പൊറോട്ടയും ബീഫും തന്ന സ്കീമാണ്. അവസാനം ലാബ് അവന് റിസ്ക് മുഴുക്കണം നമുക്കെന്ന പ്ലാനാണ്. ആ പന്നീടെ മനസ്സിലെങ്കിൽ അതങ്ങ് പരപ്പനങ്ങാടി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്റെ സായി എണ്ണ ഒരു ത്വാപ്പും പടി പാലൂട്ടായി ഇവിടുന്ന് അങ്ങാട്ടും അവിടുന്ന് ഇങ്ങോട്ടും പോവാം. അവനൊരു ഉപകാരം, നമുക്കൊരു പലഹാരം. ഫസ്റ്റിലൊരു കാര്യം പറഞ്ഞേക്കാം. അവസാനം ബോംബെയിലെ ജാഥയാണ് മറ്റോടത്ത് മറിച്ചവനാണെന്ന് പറഞ്ഞ് ജാഥ എടുക്കാൻ വന്നാലാണ് ഷാജിനെ തനി കുണറിയാൻ പോണത്. എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. തൽക്കാലം താൻ ഞങ്ങളെ കൂടെ നിൽക്കുന്നു. കിട്ടണതിലൊരു പങ്ക് അങ്ങാട് തരും. അപ്പ കാണുന്നവനെ അച്ചാന്ന് വിളിക്കണ സീൻ കാണിക്കരുത് കേട്ടാ. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭി ഭി ബാക്കി ഹെ ഭായ്. അത് ശരി, എല്ലാവരും കൂടെ സിംഗിൾ ഡാൻസ് കളിക്കണോ സാറ്? വിനോദാരടാ. ഞാനാ? നീയാണാ ഷായി? പിടിച്ചാടാ മോനെ. മോനെ ചോദിക്കട്ടെ മോനെ ബിനോജെ, നിന്റെ ബോട്ടണി പഠിക്കാനല്ലേ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പറഞ്ഞേക്കണത്? പിന്നെ എന്തിനാടാ മോനെ നീ ആ കുഞ്ഞച്ചൻ സാറിന്റെ മോളെ സൂളജ് നോക്കാൻ പോണത്? മോനാ പഠിത്തം തുടരാനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ നിനക്ക് ട്യൂഷൻ എടുക്കേണ്ടി വരും. അയ്യാ ഭീഷണിയാ. ചീനയുടെ തന്തപ്പിടി പറഞ്ഞു വിട്ടതാ. ഞങ്ങളങ്ങ് പേടിച്ചു പോയി കേട്ടോ. നമ്പർ 1 പൊക്കോട്ടെ. ഷാജി എന്നും കൈ നീട്ടി ഒന്ന് തന്നാലുണ്ടല്ല, നീ രണ്ടിനും കൂടി ഒന്നിച്ചു പോകും. ആരാടോ ഷാജി? സ്ഥലം SI അല്ലളിയാ, ഈ മിമിക്രിക്കാർ ജയന്റെ സൗണ്ട് എടുക്കുമ്പോൾ പറയാറുള്ളൊരു ഷാജി ഇല്ലേ? ഏത് പോർക്കട പന്നീനൊക്കെ പഠിപ്പിക്കണത്? ഷാജി എന്നുള്ള പേര് കേട്ട് അറിഞ്ഞുകൂടാ. ഗുണ്ടയിടന്ന് പറഞ്ഞു കൊറ. കുട്ടികളെ, ഗുണ്ടകളുടെ ശാസ്ത്രീയ നാമമാണ് ഷാജി. നീ വലിയ മിമിക്രിക്കാരനാണല്ലേടാ. നീ ജയനെ കളിയാക്കുവാടാ, കളിയാക്കുവാ. ഇനി നീ ആ പെണ്ണിന്റെ പുറകെ നടക്കുവോ? മുമ്പിൽ നടക്കുവോ? അപ്പൊ ഇങ്ങനെയൊക്കെ കരാൻ നിനക്ക് അറിയാതെ ചാൾക്ക്. നിങ്ങൾ കൂട്ടുകാരികളെ വേണ്ട ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. ഏത് പന്നിയ കോളേജിൽ കൊണ്ടുവന്ന് ഇരുമ്പ് കസേരയിട്ടേക്കണം. ആ പൊട്ടം പുഷ്പിക്കണുണ്ടല്ല. ഈ പൂങ്കാവനത്തിൽ പഠിക്കാൻ പറ്റാതെ നഷ്ടമായി പോയി. നമുക്കിനി കോളേജ് കൊട്ടേഷൻ പിടിച്ചാൽ മതി. ചെറിയ പിള്ളേരല്ലേ, ഒരു ത്രില്ലില്ലേ? ആ മാസാൻ. ഇവൻ ഇതുവരെ കിട്ടിയത് മതിയായില്ലേ? ഇപ്പൊ അന്നീടെ നട്ടലിന്റെ ടവർ ബോൾട്ട് എടുക്കും ഞാനൊന്ന്. ചക്ക് ദേ ഇന്ത്യ. ബോംബെ വാ. അടുക്കരുത്, അടുക്കരുത്, അടുക്കരുത് ഷായി, ഷായി. ജീവനി കൊതിയുള്ളവന്മാർ വല്ല കുണ്ടിലും പോയി ഒളിച്ചോട്ടാ. ഇതിങ്ങനെയാണ്.
പേടിച്ചിട്ടുള്ള പന്നി എന്നെ കൊലപാതകയാക്കരുത് പറഞ്ഞേക്കാം. എന്റെ പൊന്നു വെങ്ങാമാരെ ഞാൻ ഇവിടെ നിന്ന് ഒളിച്ചോട്ടെ. എന്താ കിതക്കുന്നത്? ഓടുവാണോ? എടി ഞാനിവിടെ എക്സസൈസ് ചെയ്യുവാടി. ചെയ്യാത്ത പണിയൊക്കെ ചെയ്ത് ഇത് റിഹേഴ്സൽ അല്ലേ? നീ ഫോൺ വെച്ചോ. എപ്പ വിളിച്ചാലും ഈ ഒച്ചയും ബഹളും. അത്യാവശ്യ കാര്യങ്ങൾ പറയാനല്ലേ വിളിക്കുന്നത്? പിന്നെ അടുത്ത ആഴ്ച ടൂറിന് പോകുന്നത്. ഓ നാശം. എന്റെ മദ്യപരമ്പര ദൈവങ്ങളെ ഇതുകൊണ്ട് അങ്ങനെ മിന്നിച്ചേക്കണേ. ഒരു മരുന്നിന് പോലും ബാക്കി വെച്ചല്ലോടാ ചവമേ. ഞാനിതടിച്ചതേ എന്റെ ആത്മാവിന്റെ മുറി ഉണക്കാനായിട്ടാണ്. എന്തിന്റെ ആത്മാവിന്റെ? ആ ഭാഗ്യത്തിന് എന്റെ അവിടെ ഒന്നും മുറിഞ്ഞില്ല. മുറിയാത്ത ആശാനി ചിരിക്ക. ലോകം മുഴുവൻ കീഴടക്കിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? ഷായിയേ, ഓ ഈ കോളേജ് പിള്ളേർ 5 പൈസയുടെ വിവരമില്ലാത്തവന്മാരാണ് കേട്ടാ. ഈ കണ്ണൂരെന്താ വിയൂരെന്താ ദുർഘടാപ്പനും അറിയില്ലെന്നേ. പിന്നെ പോത്തിനെ ഏത്തക്കാന്ന് പറഞ്ഞ കോപ്പല്ലേ. ഇതൊന്നും അറിയാതെ ഈ പിള്ളേരെങ്ങനെ ജീവിക്കും? നല്ല പിള്ളാരാണ്. പൊക്കിള് തീർത്ത് പുഷ്ടിക്കായിരുന്നു ഇടി. ഞാനൊരു ലേഡീസ് ആകാഞ്ഞത് ഭാഗ്യം. അല്ലെങ്കിൽ ഗർഭം കലങ്ങി പോയനെ. നീ വലിയ വെടിവാൾ പ്രാഞ്ചിയല്ലേ, എന്നിട്ട് ഈ വാൾപ്പയറ്റൊന്നും കണ്ടില്ലല്ലോ. ആകാശത്തും താഴെ ഇറക്കിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ. പിന്നെ വാൾ പ്ലേറ്റ് നടത്താൻ ടൂൾ എവിടെ ഇരിക്കുകയാണ്? ആകെയുള്ള ഒരു പാക്ക് വെട്ടണ വിറ്റാങ്ങത്തിയാണ്. അതാണെങ്കിൽ ആശാൻ എടുത്ത്. പിന്നെ വടിവാളെന്ന് പറഞ്ഞ തുരുമ്പിച്ചൊരു സാധനം. അതുകൊണ്ട് പഴം മുറിച്ച പഴത്തിന് വരെ ഇക്കിളിയാവും. അതാണെങ്കിൽ ഷാജിയണ്ണന്റെ കയ്യില്. അത് വെച്ച് പയറ്റിയിട്ട് കണ്ടല്ല. മുറിവാള് വെച്ച് പയറ്റാൻ എന്താ വടക്കം വീരഗാഥ സിനിമ. വാള് പോയി. അത് പോയത് നന്നായി. തുരുമ്പ് കൊണ്ട് സെപ്റ്റിക്കായി ചാവൂല്ലല്ലോ. കുത്തിവെപ്പിന്റെ കാശ് ലാഭം. പറഞ്ഞ പോലെ നമ്മുടെ ബോംബെക്കാരനെ കണ്ടില്ലല്ലോ. ഇനി അടികൊണ്ട് അധോലോകത്തിലേക്ക് തന്നെ പോയാ. ഞാൻ എന്നെ പറഞ്ഞില്ല പന്നി ഉടായിപ്പാണ്. എത്തിയല്ല. എവിടെ പോയേക്കണേന്ന്? സുഖം തന്നെയാണല്ല. ആശാന പന്നി എടുത്ത് പോവാൻ പറയട്ടാ, ഇല്ലെങ്കിൽ അവന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. കൊല്ലുന്ന എന്നെയും കൊല്ല്. അതിനുമുമ്പ് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. നീ ഒരു കോപ്പം പറയണ്ടടാ. ദൈവനെയാണ് കൊല്ലേണ്ടത് പന്നി. എന്തൊക്കെയായിരുന്നു തള്ളു. വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മുമ്മയുടെ 16ആണ്. ഷാജി കാര്യം അറിയാതെ കണകുണ വർത്താനം പറയുന്നോട്ടോ. ആ ഇപ്പൊ ഞാൻ പറയണേനാണ് ഈ കള്ളപ്പോർക്കിന് കുഴപ്പം. പുകിന് അടി കിടന്നപ്പോ നിന്റെ പൊടി പോലും കണ്ടില്ലടാ. അതെ, പൊടി പോലും ഇല്ലായിരുന്നു. ഒരു കാര്യമില്ലാതെ കോളേജ് പിള്ളേരുടെ കീറ് കൊള്ളാൻ എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. ആശാന ദൈവന്റെ ഡയലോഗ് കേട്ടിട്ടുണ്ടെങ്കിൽ മേല് മുഴുവൻ ചൊറിഞ്ഞു കയറണ്ടട്ടാ. വരട്ടൂറിയായിരിക്കും. പിന്നെ ഒരു കേറ്റുകാരൻ വന്നിരിക്കുന്നു. കോളേജ് പിള്ളേര് പൊറോട്ട മാവ് പോലെ ചവിട്ടി കുഴച്ചപ്പോ ഈ കേറ്റൊന്നും കണ്ടില്ലല്ലോ. ആശാൻ അവനോട് വായിട്ടലക്കായിരിക്കാൻ പറയാം. കുഴപ്പം എവിടെ പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓ പറഞ്ഞേരം ഇയാളെ സ്കൂള് മാഷ ഒരു അധോലോകക്കാരൻ വന്നേക്കണ്. ആഞ്ഞു തുപ്പാതടാ. അടികൊണ്ട് ആടി നിക്കണ പല്ല് തെറിച്ചു. ചവിട്ടുകൊണ്ട് ഇണക്ക് തെറ്റി ഏണാ കൂടാ ചങ്കരച്ചേട്ടാ നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഇനിയെങ്കിലും വിവരമുള്ളവർ പറയുന്നത് കേക്കണാക്കണാണ്ടേ. അത്രയും പേരോട് ഒറ്റയ്ക്ക് നിന്ന് അടിക്കാൻ ഇന്ത്യയിൽ ഒരാൾക്കേ പറ്റൂ. ആർക്ക്?
രജനീകാന്തിന്. എന്റെ ആശാനെ, അടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഏത് അധോലോകക്കാരനും ഒറ്റ ഐറ്റേ ഉള്ളൂ, ഓട്ടം. അതിപ്പോ ബോംബെയിലായാലും ശരി, ബർമയിലായാലും ശരി. കൊച്ചി കിട്ടുന്ന അടിക്കകത്ത് വിറ്റാമിനും പ്രോട്ടീനും ഒന്നുമില്ലല്ലോ. അടിയിന്ന് എഴുതി കാണിക്കണതിന് മുമ്പ് പേടിച്ചോടി മിടിക്കണതിന്റെ കാര്യമൊന്നുമില്ലടാ ഷാജിക്ക്. ബുദ്ധിയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞു. പാണ്ടിലോറി പാഞ്ഞൊരുമ്പോ ചില മാക്കറുകൾ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കും. ഗതി ഇതായിരിക്കും. താനെന്താണ് ബോംബെ പറഞ്ഞു വരണത്? ഇത് പ്ലാനിങ്ങിന്റെ കുഴപ്പാശാനെ. എന്നുവെച്ചാ നമ്മൾ ഏത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം. അധോലോകത്ത് ഞങ്ങൾ അങ്ങനെയാ. അപ്പൊ നമുക്ക് ആ കരുണൻ കോൺട്രാക്ടറെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയല്ല? അല്ല, പ്ലാൻ ഉണ്ടാക്കണ്ടേ? സാലേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അടുത്ത പടി വരട്ടെ, നമുക്ക് ഈ പ്ലാനിങ്ങിന്റെ കുറവ് അങ്ങോട്ട് തീർക്കാം. എടോ ബോംബെ, താൻ തന്നെ ഒരു പ്ലാൻ അങ്ങാട്ടിട്. മേ വരുമ്പോ ഹേ അല്ല ഹും വെക്കണം. തും വെച്ചാലോ? ഹോ വെക്കണം. ആപ്പ് വെച്ചാലോ? അപ്പൊ തിരിച്ചു വെക്കണം.